ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 5-ാമത് വചനം. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിനകത്ത് ആഴമായ സൗമ്യതയോടെ ജീവിപ്പാനായിട്ട് മനസ്സ് വയ്ക്കണം എന്നോർമ്മപ്പെടുത്തുന്ന പൗലോസിൻ്റെ വാക്കുകൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അരുമനാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശു മശിഹ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ആഴമായി ഓർപ്പിച്ചുണർത്തിയ ഒരു പ്രസ്താവന മത്തായി സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിനകത്തുണ്ട്. ആ വാക്യം പറയുന്നത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും സൗമ്യതയോടുകൂടിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നടത്തുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്തെ സൗമ്യമായ, സ്നേഹപരമായ, ആത്മാർത്ഥതയുള്ള ഒരു ജീവിത പശ്ചാത്തലം കണ്ടിട്ട് അനവധി ആളുകൾ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുന്നതിന് അത് കാരണമായി തീരും എന്നുള്ളതാണ്. മാത്രമല്ല, വിശുദ്ധ പൗലോസ് തന്നെ എബ്രായ ലേഖനം 10-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിനുള്ളിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ് എന്നോർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുകയും മാത്രമല്ല, ദൈവം നമുക്ക് വേണ്ടി നൽകി തന്നിട്ടുള്ള ആ വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ വളരെ സഹിഷ്ണുതയോടും വളരെ സൗമ്യതയോടും നാം ജീവിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമായി ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനത്തിനുള്ളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഭക്തനായ യോബിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ദയനീയവും വേദനാജനകവുമായ കഷ്ടത നിറഞ്ഞ സാഹചര്യങ്ങളിൽ അനവധി ചോദ്യങ്ങൾക്കും ഉത്തരം പറയാതെ സൗമ്യതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി പ്രാർത്ഥിക്കുകയും അതിൻ്റെ പരിണിത ഫലമായി പിന്നത്തേതിൽ ദൈവിക വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് തനിക്ക് എത്തുകയും ചെയ്യുവാൻ സാധിച്ചു എന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയ്ക്കകത്ത് നമ്മുടെ സൗമ്യത നഷ്ടപ്പെടുത്തുന്ന, നമ്മെ കോപിഷ്ഠരാക്കി തീർക്കുന്ന അനവധി സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരാം. എന്നാൽ നമ്മുടെ ജീവിതയാത്രയ്ക്കകത്ത് കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങളും നാമും നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന തലത്തിൽ കോപാത്മാവിനാൽ നിറയപ്പെടുന്നവരായിട്ടല്ല
സൗമ്യതയുടെ ആത്മാവിൽ പ്രശ്നങ്ങളെ നാം കൈകാര്യം ചെയ്യുന്നവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ തലങ്ങളിലായിത്തീരുവാൻ ഉത്സാഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി നമുക്ക് തീരാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങളൊരിക്കലും ഞങ്ങളുടെ സൗമ്യത വിട്ടുകളഞ്ഞ് ഈ ഭൂമിയെ കൈവശമാക്കുവാൻ കഴിയാത്തവരായി തീരുകയല്ല, സൗമ്യതയോടും സഹിഷ്ണുതയോടും കൂടി ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് വാഗ്ദത്തത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.